എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 125 ആദ്യം നമുക്ക് രണ്ടാമത്തെ ചോദ്യം ചെയ്ത് നോക്കാം. എന്താണ് ചോദ്യം? ഫ്രം ടോപ്പ് ഓഫ് എ ബിൽഡിംഗ് എ പേഴ്സൺ സീസ് ദി ഫുട്ട് ഓഫ് എ ഷോപ്പ് 30 മീറ്റർ അവേ അറ്റ് എൻ ആംഗിൾ ഓഫ് ഡിപ്രഷൻ 25 ഡിഗ്രി. വാട്ട് ഈസ് ദി ഹൈറ്റ് ഓഫ് ദി ബിൽഡിംഗ്? ഒരു കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്നും ഒരു ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്നും ഒരാൾ 30 മീറ്റർ ദൂരെയുള്ള ഒരു ഷോപ്പിൻ്റെ അടിഭാഗം എത്ര ഡിഗ്രി കീഴ്ക്കോണിൽ കാണുന്നു? 25 ഡിഗ്രി അല്ലേ, 25 ഡിഗ്രി കീഴ്ക്കോണിൽ കാണുന്നു. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദി ഹൈറ്റ് ഓഫ് ദി ബിൽഡിംഗ്? അങ്ങനെയാണെങ്കിൽ ബിൽഡിങ്ങിൻ്റെ ഹൈറ്റ് എത്ര അല്ലേ? അപ്പോൾ ഞാൻ പറയാറുണ്ട്, ഇത് ഈ ഭാഗത്തു നിന്നൊരു ചോദ്യം ഉറപ്പായിട്ട് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വരുന്ന ഭാഗമാണിത്. അപ്പോൾ ചോദ്യം നല്ലവണ്ണം വായിച്ചു നോക്കുക. അതിനുശേഷം നാം എന്ത് ചെയ്യണം? നാം ഒരു റഫായിട്ടൊരു ഫിഗർ വരയ്ക്കുക അല്ലേ. ആ ഫിഗർ കറക്റ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ ഉത്തരം കിട്ടും. ഇവിടെ ഒരു കെട്ടിടത്തിന്റെ ഒരു ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്നും ഒരാൾ നോക്കുന്നു അല്ലെ. അപ്പൊ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? ആദ്യം മനോഹരമായ ഒരു ബിൽഡിംഗ് വരയ്ക്കുക. ഇവിടെ നമുക്ക് നോക്കിയേ, നമ്മുടെ ചോദ്യത്തിൽ ആളുടെ ഹൈറ്റ് നമുക്ക് തന്നിട്ടില്ല അല്ലെ. അപ്പൊ നമുക്ക് കഴിഞ്ഞ ദിവസം ചെയ്ത ചോദ്യത്തിലൊക്കെ നമ്മുടെ ആളിന്റെ ഹൈറ്റ് ഉണ്ടായിരുന്നു. അപ്പൊ ഇവിടെ ആളിന്റെ ഹൈറ്റ് നമുക്ക് തന്നിട്ടില്ല. അതുകൊണ്ട് നമുക്ക് അവിടെ ആളിനെ വരയ്ക്കണമെന്നില്ല. നാം എന്ത് ചെയ്യാം? ആ ബിൽഡിംഗ് ആദ്യം വരയ്ക്കാം. അപ്പൊ ഇതാണ് നമ്മുടെ ബിൽഡിംഗ്. അപ്പൊ ഇതിന്റെ മുകളിൽ ആളുണ്ട്, പക്ഷെ ആളിന്റെ ഹൈറ്റ് നമുക്ക് തരാത്തതുകൊണ്ട് നമുക്ക് എന്ത് വേണ്ട? ആളിനെ വരയ്ക്കണമെന്നില്ല. ഓക്കെ, ഇനി എന്താണ് പറഞ്ഞിട്ടുള്ളത്? അപ്പൊ ഈ ബിൽഡിങ്ങിന്റെ താഴെ നിന്ന് 30 മീറ്റർ അകലെയുള്ള ഒരു ഷോപ്പ് അല്ലെ. അപ്പൊ ഇവിടെ നിന്ന് ഒരു 30 മീറ്റർ. അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് വിചാരിച്ച 30 മീറ്റർ. അപ്പൊ ഇവിടെയുള്ള ഒരു ഷോപ്പ് എത്ര ഡിഗ്രി കീഴ്ക്കോണിൽ കാണുന്നു? 25 ഡിഗ്രി കീഴ്ക്കോണിൽ കാണുന്നു അല്ലെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഈ ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് ഇങ്ങോട്ടൊന്ന് കൂട്ടി യോജിപ്പിക്കാം. അപ്പൊ ഇതാണ് ഇവിടെയാണ് നമ്മുടെ ഷോപ്പ്. ഇതാണ് ഷോപ്പിന്റെ അടിഭാഗം. മനസ്സിലായില്ലേ? ഓക്കെ, അപ്പൊ ഇത് ബിൽഡിംഗ്. ഇതാണ് ബിൽഡിങ്. ഇവിടെ നമ്മുടെ ഷോപ്പ് ഉണ്ട്. ഇത് 25 ഡിഗ്രി കീഴ്ക്കോണിലാണ് കാണുന്നത് അല്ലെ. അപ്പൊ നമ്മൾ പെട്ടെന്ന് എന്ത് ചെയ്യും? കീഴ്ക്കോണിൽ എന്ന് വെച്ചിട്ട് ഇവിടെ 25 എഴുതും അല്ലെ. ഇവിടെ 25 എഴുതാൻ പാടുണ്ടോ? ഇല്ല. എന്താണ് കീഴ്ക്കോൺ എന്ന് പറഞ്ഞാൽ? ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഇതാണ് സ്ട്രൈറ്റ് വ്യൂ അല്ലെ. അതായത് ഇതാണ് നമ്മൾ നേർക്ക് നോക്കുമ്പോൾ ഇങ്ങനെയാണ് വരിക. അപ്പൊ ഈ ആംഗിൾ ആണ് 25. തെറ്റിക്കരുത്. ഇവിടെ പിടിച്ചിട്ട് 25 എന്ന് എഴുതരുത്. ഉത്തരം മൊത്തം തെറ്റിപ്പോകും. അപ്പൊ ഇവിടെയാണ് നമ്മൾ 25 വരേണ്ടത്. അപ്പൊ ഇത് സ്ട്രൈറ്റ് വ്യൂ അല്ലെ. അപ്പൊ ഇവിടെ 25 ഡിഗ്രി. ഇവിടെ നമുക്ക് നോക്കിയാൽ ഈ ബിൽഡിങ്ങിന്റെ അടിഭാഗം അല്ലെ, ഈ ദൂരം നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ്? 30 മീറ്റർ. അപ്പൊ ഇത് 30 മീറ്റർ. ഓക്കെ, ഇപ്പൊ എന്ത് കിട്ടി നമുക്ക്? ഇനി നമ്മൾ എന്താണ് കണ്ടുപിടിക്കേണ്ടത്? വാട്ട് ഈസ് ദി ഹൈറ്റ് ഓഫ് ദി ബിൽഡിംഗ് അല്ലെ. ഈ ബിൽഡിങ്ങിന്റെ ഹൈറ്റ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഇവിടെ നോക്കിയാൽ നമുക്കിതൊരു റൈറ്റ് ട്രയാങ്കിൾ കിട്ടി അല്ലെ. ഇവിടെ 30 മീറ്റർ കിട്ടി. അത് നമുക്ക് തന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ ഏതെങ്കിലും ഒരു ആംഗിൾ കിട്ടിക്കഴിഞ്ഞാൽ ഇതിന് ഉത്തരമായി അല്ലേ. പക്ഷേ ഇവിടെ എന്താണ് പ്രശ്നം? ഇതിൻ്റെ ഉള്ളിലെ ഒരു ആംഗിളും നമുക്കറിയില്ല. അപ്പോൾ നാം എന്ത് വേണം? ഇവിടെ ഞാൻ മുമ്പ് പറഞ്ഞു, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ 2 രീതിയിൽ നമുക്ക് ചെയ്യാം. ഒന്നുകിൽ ഇവിടെ നോക്കിയേ, ഇവിടെ മൊത്തം എത്ര വരും? 90 ഡിഗ്രി ആണ് അല്ലേ. ഇത് 90 ഡിഗ്രി ആണ്. 90 ഡിഗ്രിയിൽ 25 കുറഞ്ഞു കഴിഞ്ഞാൽ 90 മൈനസ് 25 സീക്വൽ എത്ര വരും? 65. അപ്പോൾ ഇവിടെ 65 ഡിഗ്രി അല്ലേ. 65 ഡിഗ്രി. ഇവിടെ നമുക്ക് ഒരു വശത്തിന്റെ നീളം കിട്ടി. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിന്റെ ടാൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ, അതായത് എതിർവശം സമീപവശം അല്ലെ. അപ്പൊ ഇത് ഉപയോഗിച്ച് നമുക്ക് ഇതിന്റെ നീളം കണ്ടുപിടിക്കാൻ പറ്റും. അതല്ലെങ്കിൽ അടുത്ത മാർഗം എന്താണ്? ഞാൻ പറഞ്ഞു അല്ലെ, കഴിഞ്ഞ ക്ലാസ് ഞാൻ പറഞ്ഞു, ഇങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ തന്നെയായിരിക്കും ഇവിടെ ഉണ്ടാവുക അല്ലേ. ഈ ആംഗിൾ എത്രയാണ്? അതായിരിക്കും ഇവിടെ ഉണ്ടാവുക. അതായത് നോക്കിയാൽ ഇവിടെ 25 ആണെങ്കിൽ ഇവിടെ എത്ര വരും? 25. മനസ്സിലായില്ലേ? അപ്പൊ നമുക്ക് 2 രീതിയിൽ, ഏത് രീതിയിൽ വേണം ചെയ്യാം. അപ്പൊ ഇതിന്റെ എന്ത് കണ്ടാൽ മതി? നമുക്ക് ഇവിടെ ഓപ്പോസിറ്റ് സൈഡ്, ഇവിടെ അഡ്ജസ്റ്റന്റ് സൈഡ് അല്ലെ. അപ്പൊ ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഉത്തരം കിട്ടും. നമുക്ക് ഇവിടെ ഇത് വെച്ച് കണ്ടു കഴിഞ്ഞാൽ എന്താണ് ഗുണം? അപ്പൊ ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ നമുക്ക് ടാൻ 25 സീക്വൽ ടു നമുക്കറിയാം ഓപ്പോസിറ്റ് സൈഡ് അല്ലെ. നമുക്കൊരു പേര് കൊടുക്കാം, AB C. അങ്ങനെയാണെങ്കിൽ ഓപ്പോസിറ്റ് സൈഡ് AB ബൈ അഡ്ജസ്റ്റന്റ് സൈഡ് BC. ഇനി ടാൻ 25 വാല്യൂ എത്രയാണ്? 0.4663 അല്ലേ. ഇതാണ് ടാൻ 25 സീക്വൽ ടു AB ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. AB ബൈ BC അല്ലേ. BC നമുക്കറിയാം 30. അപ്പോൾ BC എന്ത് കിട്ടും? സോറി, AB അല്ലേ. അപ്പോൾ നമുക്കിവിടെ AB ആണ് കണ്ടുപിടിക്കേണ്ടത്. AB സീക്വൽ ടു ക്രോസ് ചെയ്യുമ്പോൾ 30 ഇൻറ്റു 0.4663 സീക്വൽ ടു എന്ത് വരും? 3 × 3 9, 6 3 18, 1 6 3 18 1 19, 1 3 4 12 1 13 അല്ലേ. 13.
ഇനി ഇവിടെ 0 ഉണ്ട്. അപ്പോൾ 0 കൂടി ചേർക്കണം. പിന്നെ എത്ര വേണം? 1 2 3 4 സ്ഥാനം അല്ലേ? അപ്പോൾ 1 2 3 4 എത്ര കിട്ടി? 13.989 എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ നമുക്ക് എ ബി നീളം കിട്ടി. എ ബി എന്ന് പറഞ്ഞാൽ എന്താണ്? ബിൽഡിങ്ങിൻ്റെ നീളം അല്ലേ? അപ്പോൾ ഹൈറ്റ് ഓഫ് ബിൽഡിംഗ്, അതായത് കെട്ടിടത്തിൻ്റെ ഉയരം എത്ര വരും? 13.989 അല്ലേ? അപ്പോൾ ഒന്നുകിൽ നമുക്ക് 9.9 എന്ന് എഴുതാം, അല്ലെങ്കിൽ 14 എഴുതാനൊന്നും കുഴപ്പമില്ല. 13.99 മീറ്റർ. ഓക്കെ, ഇവിടെ നമ്മൾ 25 ഉപയോഗിച്ചാണ് ചെയ്തത് അല്ലേ? അതായത് ഇവിടെ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസ്റ്റന്റ് സൈഡ് അല്ലേ? ഇനി ഇവിടെ നമ്മൾ 65 ഉപയോഗിച്ച് ചെയ്യുകയാണെങ്കിലോ എന്താണ്? ചെറിയൊരു ബുദ്ധിമുട്ട് വരും. എന്താണ് ബുദ്ധിമുട്ട്? ഇപ്പം നോക്കിയേ, നമുക്ക് ടാൻ 65 ഉപയോഗിച്ച് ചെയ്യുകയാണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഇവിടെ 65 അല്ലേ? 65 എന്ത് വരും? ഓപ്പോസിറ്റ് സൈഡ് 30 വരും. ഞാൻ ചുരുക്കി എഴുതാണ് 30 ബൈ ഇത് ബിൽഡിംഗ് അല്ലേ? എ ബി. അപ്പോൾ നമുക്ക് ടാൻ 65ന്റെ വാല്യൂ ആദ്യം കാണണം. അപ്പോൾ ടാൻ 65 എന്ന് പറഞ്ഞാൽ 2.1445. ടാൻ 65 അല്ലേ? സീക്വൽ ടു എന്ത് വരും? 30 ബൈ എ ബി എന്ന് വന്നു. ഇനി നമുക്ക് എ ബി കണ്ടുപിടിക്കണം അല്ലേ? അപ്പോൾ എ ബി കണ്ടുപിടിക്കാൻ എ ബി സീക്വൽ ടു എന്ത് വരും? ഇവിടെ വയ്ക്കുക, എ ബി ഇൻറ്റു 2.1445 സീക്വൽ ടു 30 എന്ന് വരും അല്ലേ? അപ്പോൾ എ ബി കണ്ടുപിടിക്കാൻ എന്ത് വേണ്ടി വരും? 30 ബൈ 2.1445 അല്ലേ? അപ്പോൾ ഇങ്ങനെ വരും. അതായത് ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താണ്? ഒരു ഡിവിഷൻ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ഇവിടെ നമുക്ക് ഗുണിക്കലാണ് വരുന്നത് അല്ലേ? അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഡിവിഷൻ വരും, ഹരിക്കണം വരും. വേറെ കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെ ചെയ്യുമ്പോൾ ഹരിക്കണം, ഇങ്ങനെ ചെയ്യുമ്പോൾ ഗുണിച്ചാൽ മതി. അതെന്താണ് വ്യത്യാസം വരാൻ കാരണം? 25 എടുത്തപ്പോൾ നോക്കിയാൽ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസ്റ്റന്റ് സൈഡ്. ഓപ്പോസിറ്റ് സൈഡാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, കണ്ടില്ലേ? എ ബി ആണ് കണ്ടുപിടിക്കേണ്ടത്. അതുകൊണ്ട് നമുക്ക് ഇവിടെ ക്ലോസ് ചെയ്ത് ഗുണിച്ചാൽ മതി. അസമയം ഇവിടെ എടുക്കുമ്പോൾ നോക്കിയാൽ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസ്റ്റന്റ് സൈഡ്. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡ് 30 വന്നു, അഡ്ജസ്റ്റന്റ് സൈഡാണ് ഏത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് വരുന്നത് അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് വേണ്ടി വരും? ഇവിടെ ഹരിക്കേണ്ടതായി വേണ്ടി വരും. അപ്പോൾ ഇത്രയുള്ള വ്യത്യാസം. അപ്പോൾ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. ഇത് ഉപയോഗിച്ചാലും ഉത്തരം നമുക്ക് എന്താണ്? സെയിം തന്നെയായിരിക്കും കിട്ടുക. അപ്പോൾ ഓക്കെ, ഇത് മനസ്സിലായല്ലോ. ഇനി നമുക്ക് മൂന്നാമത്തെ ചോദ്യം ഒന്ന് ചെയ്ത് നോക്കാം. From the top of an electric post, 2 wires are stretched to either side and attached to the ground, making angles 55 degree and 45 degree with the ground. The distance between the feet of the wires is 25 meters. What is the height of the post? എന്താണ് ചോദ്യം ശ്രദ്ധിച്ച് വായിച്ചു നോക്കാം. ഒരു പോസ്റ്റ് അല്ലെ, ഒരു ഇലക്ട്രിക് പോസ്റ്റിന്റെ മുകളിൽ നിന്ന് 2 സൈഡിലേക്ക് ഇങ്ങനെ വലിച്ചു കെട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരു പോസ്റ്റിന്റെ 2 സൈഡിലേക്ക് ഇങ്ങനെ വലിച്ചു കെട്ടിയിരിക്കുന്നു. അതിന്റെ ആംഗിൾ നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ്? 55 ഡിഗ്രി ആൻഡ് 45 ഡിഗ്രി. അപ്പോൾ ഇവിടെ നിന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക, മലയാളം മീഡിയത്തിലെ കുട്ടികളുടെ ബുക്കിൽ അത് 45 അല്ല 40 ആണ്. അപ്പോൾ 55ഉം 45 എന്നാണ് ഇംഗ്ലീഷ് മീഡിയം ബുക്കിലുള്ളത്. അതേസമയം മലയാളം മീഡിയത്തിലെ ബുക്കിൽ അത് 55 ഡിഗ്രിയും 40 ഡിഗ്രിയുമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ഇംഗ്ലീഷ് മീഡിയം അനുസരിച്ച് ചെയ്യാം. പിന്നെ നമുക്ക് വേഗം ഞാൻ മലയാളത്തിലുള്ളതും അതും കൂടി ഒന്ന് ചെയ്തിട്ട് തരാം. ഇനി എന്താണ് പറ്റുള്ളത്? ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി ഫീറ്റ് ഓഫ് ദി വയേഴ്സ് ഈസ് 25 മീറ്റേഴ്സ് അല്ലേ? അപ്പോൾ ഈ 2 വയറുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ്, അകലം എത്രയാണ്? അത് തന്നിട്ടുണ്ട് 25 മീറ്റർ. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദി ഹൈറ്റ് ഓഫ് ദി പോസ്റ്റിന്റെ ഹൈറ്റ് എത്രയാണ്? ഇതാണ് ചോദ്യം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ആദ്യം ഈ തന്ന കാര്യങ്ങൾ വെച്ചുകൊണ്ട് ഒരു റഫ് ആയിട്ടൊരു ഫിഗർ വരയ്ക്കാം. അപ്പോൾ ഞാൻ മുമ്പ് പറയാറുണ്ട്, എപ്പോഴും ഫിഗറിന് ഒരു മാർക്കുണ്ട്. അപ്പോൾ അത് കൃത്യമായിട്ട് വരച്ച് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ ഉത്തരം കണ്ടുപിടിക്കാൻ നമുക്കത് എളുപ്പമായിരിക്കും. അപ്പോൾ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? ഒരു പോസ്റ്റ് വരയ്ക്കാം. അപ്പോൾ ഓക്കെ, ഇതാണ് നമ്മുടെ പോസ്റ്റ് അല്ലേ? അപ്പോൾ പോസ്റ്റിന്റെ മുകൾ ഭാഗത്ത് നിന്ന് 2 സൈഡിലേക്കും ഇങ്ങനെ വലിച്ചു കെട്ടിയിട്ടുണ്ട് അല്ലേ? ഇതാണ് ആദ്യം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇങ്ങോട്ട് വലിച്ചു കെട്ടിയിട്ടുണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് ഇവിടെ ഒരു പോയിന്റ് എടുക്കുക. ഇങ്ങോട്ട് വലിച്ചിട്ടുണ്ട്, 2 ഭാഗത്ത് നമ്മൾ വലിച്ചു കെട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് വലിച്ചു കെട്ടാം. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടും വലിച്ചു കെട്ടി, ഇവിടെ നിന്ന് ഇങ്ങോട്ടും വലിച്ചിട്ട് അല്ലേ? ഇനി നമുക്ക് ഇതിന്റെ രണ്ടിന്റെയും തമ്മിൽ ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട്. എത്രയാണ്? 25 മീറ്റർ. ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി ഫീറ്റ് ഓഫ് ദി വയേഴ്സ് ഈസ് 25 മീറ്റർ അല്ലേ? അതായത് ഈ കമ്പികൾ തമ്മിലുള്ള അകലം എത്രയാണ്? 25 മീറ്റർ ആണ്. അപ്പോൾ ഈ ഡിസ്റ്റൻസ് 25 മീറ്റർ അല്ലേ? അപ്പോൾ നമുക്ക് ഇതിന്റെ ടോട്ടൽ ഡിസ്റ്റൻസ് ആണ് 25. ഇവിടം തൊട്ട് ഇവിടം വരെ 25 മീറ്റർ. ഈ ആംഗിളുകൾ നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ? ഒന്ന് 55 ഡിഗ്രിയും ഇത് എത്രയാണ്? 45. അപ്പോൾ ഞാൻ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ, മലയാളം മീഡിയയിലെ കുട്ടികൾക്ക് അവരുടെ ടെക്സ്റ്റ് ബുക്കിൽ 40 ആണ്. അപ്പോൾ അതുകൊണ്ട് നാം എന്ത് ചെയ്യണം? അപ്പോൾ നമുക്കിവിടെ രണ്ടും വെച്ച് ഞാൻ ചെയ്തു തരാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ചോദ്യത്തിലുള്ളത് അല്ലേ? ഞാൻ എന്ത് കണ്ടുപിടിക്കണം? നമുക്ക് ഇതാണ് നമ്മുടെ പോസ്റ്റിന്റെ നീളം നമ്മൾ കണ്ടുപിടിക്കണം.
അപ്പോൾ ഇവിടെ നമ്മൾ ഇതുവരെ ചെയ്ത പ്രോബ്ലത്തിൽ നിന്ന് വ്യത്യസ്തമായി ഇവിടെ എന്താണ് വിഷയം, നമുക്ക് ഈ ആംഗിൾ കിട്ടിയിട്ടുണ്ട് അല്ലേ. പക്ഷേ നമുക്കിപ്പോൾ ഇത് കിട്ടണമെങ്കിൽ നമുക്ക് ഒന്നുകിൽ ഈ നീളം കിട്ടണം അല്ലേ. ഈ നീളം കിട്ടിയാലേ നമുക്ക് ഈ പോസ്റ്റിന്റെ നീളം കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ഈ ആംഗിൾ ഉപയോഗിച്ച് നമുക്ക് കാണാം. അതല്ലെങ്കിൽ നമുക്ക് ഈ ആംഗിൾ ഉപയോഗിച്ച് നമുക്കിത് കാണാം. എന്ത് വേണം, ഈ നീളം നമുക്ക് കിട്ടണം. ഇവിടെ എന്താണ് പ്രശ്നം, ഇവിടെ നമുക്ക് ഇതിന്റെ ഓരോന്നിന്റെയും നീളം സെപ്പറേറ്റ് ആയിട്ട് തന്നിട്ടില്ല. പക്ഷേ എന്ത് പറഞ്ഞിട്ടുണ്ട്, ഇതിന്റെ മൊത്തം നീളം 25 മീറ്റർ ആണ്, ഇത് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് വേണം, ഈ തന്ന കാര്യം വെച്ചുകൊണ്ട് നമ്മൾ ഇതിന്റെ പോസ്റ്റിന്റെ നീളം നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് ഇതിന്റെ നീളം ഈ ഒരു ട്രയാങ്കിൾ നമുക്ക് കിട്ടി അല്ലേ. അപ്പോൾ നമുക്ക് ട്രയാങ്കിൾ പേര് കൊടുക്കാം. എ ബി സി ഡി എന്ന് പേര് കൊടുത്തു. ഓക്കെ. ഇപ്പോൾ നമുക്ക് എ ഡിയുടെ നീളം കിട്ടുകയാണെങ്കിൽ ഇത് കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ. എ ഡിയുടെ നീളം നമുക്ക് അറിയില്ല, അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിന്റെ രണ്ടിന്റെ നീളം നമുക്ക് അറിയില്ല, അതുകൊണ്ട് നമുക്ക് ഇതിന് എക്സ് ആണെന്ന് വിചാരിക്കാം. ഈ നീളം എക്സ് മീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ പോസ്റ്റിന്റെ നീളം എങ്ങനെ കിട്ടും, ടാൻ അല്ലേ, ഓപ്പോസിറ്റ് സൈഡ് അഡ്ജസ്റ്റന്റ് സൈഡ്. അപ്പോൾ ടാൻ 55, ശ്രദ്ധിക്കുക, ടാൻ 55 ഈക്വൽ ടു സി ഡി ബൈ എ ഡി, സി ഡി ബൈ എ ഡി. അപ്പോൾ നമുക്ക് ടാൻ 55ന്റെ വാല്യൂ നമ്മുടെ ടേബിളിലുണ്ട് 1.4281 അല്ലേ, 4281. ഇതാണ് ടാൻ 55 ഈക്വൽ ടു സി ഡി. സി ഡിയുടെ നീളമാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്, സി ഡി ബൈ എ ഡി. എ ഡിക്ക് നാം എക്സ് എന്ന് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ സി ഡി എന്തായിരിക്കും, സി ഡി എന്ന് പറയുന്നത് നമ്മുടെ പോസ്റ്റ് അല്ലേ, പോസ്റ്റിന്റെ നീളമാണ് സി ഡി. സി ഡി നമുക്ക് എത്ര കിട്ടും, ഇവിടെ തമ്മിൽ ഗുണിച്ചാൽ മതി അല്ലേ. അതായത് 1.4281 ഇൻറ്റു എക്സ്. അപ്പോൾ ഇതിന് എക്സ് എന്ന് കൊടുക്കുമ്പോൾ, അതായത് ഈ ട്രയാങ്കിൾ എടുത്തു കഴിഞ്ഞാൽ ഈ പോസ്റ്റിന്റെ നീളം നമുക്ക് കിട്ടാം 1.4281 എക്സ് എന്നാണ് നമുക്ക് കിട്ടാം അല്ലേ. അപ്പോൾ ഇതിവിടെ കെടുക്കട്ടെ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ ട്രയാങ്കിൾ എടുത്തുകൊണ്ട് ഇതിന് ഈ പോസ്റ്റിന് എന്തായിരിക്കും നീളം കിട്ടുക എന്ന് നമുക്കൊന്ന് നോക്കാം. മനസ്സിലായില്ലേ. ഇനി നമ്മൾ ഈ ട്രയാങ്കിൾ എടുക്കാൻ പോണ്. അപ്പോൾ നമുക്കിവിടെ ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡ്, ഇതിന്റെ അഡ്ജസ്റ്റന്റ് സൈഡ് അല്ലേ. അപ്പോൾ നമുക്ക് ടാൻ 45 ഈക്വൽ ടു എന്ത് വരും, ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡ് സി ഡി ബൈ ഇവിടെ എന്തായിരിക്കും നീളം വരാം, നമുക്കറിയാം മൊത്തം 25 മീറ്റർ, ഇത് എക്സ് മീറ്റർ. അങ്ങനെയാണ് ഇതെന്തായിരിക്കും, നോക്കിക്കോ, ഇത് 25 മീറ്റർ, ഇത് 15 മീറ്റർ ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണ് ഇത് എത്ര ആയിരിക്കും, 25 നിന്ന് 15 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ 10 കിട്ടും അല്ലേ. അപ്പോൾ അതേപോലെ ഇവിടെ എക്സ് മീറ്റർ ആണെങ്കിൽ നാം എന്ത് ചെയ്യേണ്ടി വരും, 25 നിന്ന് എക്സ് കുറച്ച് കഴിഞ്ഞാൽ ബാക്കി ഉള്ളതായിരിക്കും ഇവിടുത്തെ നീളം അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം, 25 മൈനസ് എക്സ്. അതായത് ഇപ്പോൾ 15 മീറ്റർ ആണെങ്കിൽ 15 കുറക്കും അല്ലേ, 25 മൈനസ് 15 കുറച്ചാൽ നമുക്ക് 10 കിട്ടും. അതേപോലെ ഇവിടെ 25 നിന്ന് എക്സ് കുറച്ചപ്പോൾ 25 മൈനസ് എക്സ്. അപ്പോൾ നമുക്കിവിടെ എന്ത് ചെയ്യാം, ടാൻ 45 ഈസ് ഈക്വൽ ടു സി ഡി ബൈ 25 മൈനസ് എക്സ്. ഇനി ടാൻ 45ന്റെ വാല്യൂ എത്രയാണ്, 1 അല്ലേ, ടേബിൾ നോക്കിയ 1. അപ്പോൾ 1 ഈസ് ഈക്വൽ ടു സി ഡി ബൈ 25 മൈനസ് എക്സ്. അങ്ങനെയാണ് സി ഡി എന്ത് വരും, സി ഡി ഈസ് ഈക്വൽ ടു 1 × 25 മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ 25 മൈനസ് എക്സ് എന്നല്ലേ, 25 മൈനസ് എക്സ്. അപ്പോൾ നമുക്ക് നോക്കിയേ, ഇത് ഈ ട്രയാങ്കിൾ വെച്ചിട്ട് സി ഡിയുടെ നീളം, അതായത് പോസ്റ്റിന്റെ നീളം നമുക്ക് എന്ത് കിട്ടി, 1.4281 എക്സ് എന്ന് കിട്ടി. ഈ ട്രയാങ്കിൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഇതിന്റെ നീളം എന്ത് കിട്ടി, 25 മൈനസ് എക്സ് എന്ന് കിട്ടി അല്ലേ. അപ്പോൾ രണ്ടിന്റെയും എങ്ങനെ വെച്ചാലും ഈ പോസ്റ്റിന്റെ നീളം സെയിം ആവണ്ടേ അല്ലേ. അപ്പോൾ നമുക്ക് ഇക്വേഷൻ നമ്പർ 2. അപ്പോൾ ഇത് രണ്ടും സെയിം ആയിരിക്കണം അല്ലേ, രണ്ട് സി ഡിയുടെ നീളം ഇങ്ങനെയും കിട്ടും, സി ഡിയുടെ നീളം ഇങ്ങനെയും കിട്ടും. അതായത് പോസ്റ്റിന്റെ നീളം നമുക്ക് കിട്ടി. അങ്ങനെയാണ് നമുക്ക് എന്ത് പറയാം, ഇത് രണ്ടും ഈക്വൽ ആയിരിക്കും അല്ലേ. അപ്പോൾ നമുക്ക് ഫ്രം ഇക്വേഷൻ 1 and 2 ഇതിൽ നിന്ന് നമുക്ക് എന്ത് പറയാൻ പറ്റും, ഇത് രണ്ടും ഈക്വൽ ആയിരിക്കണം അല്ലേ. അതായത് ഒരു ഇക്വേഷന്റെ ലെഫ്റ്റ് സൈഡ് രണ്ട് ഈക്വൽ ആണെങ്കിൽ റൈറ്റ് സൈഡ് ഈക്വൽ ആയിരിക്കണം. അതായത് 1.4281 എക്സ് ഈസ് ഈക്വൽ ടു എന്തിന് തുല്യമായിരിക്കും, 25 മൈനസ് എക്സ്. ഇത് രണ്ടും ഈക്വൽ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇപ്പുറത്തുള്ള എക്സ് നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാം അല്ലേ. അപ്പോൾ 1.4281 എക്സ് ഈസ് ഈക്വൽ ടു മൈനസ് എക്സ് ഇങ്ങോട്ട് വരുമ്പോൾ പ്ലസ് എക്സ് ഈക്വൽ ടു 25 എന്ന് കിട്ടി. അപ്പോൾ 1.4281 എക്സും പിന്നെ വേറെ ഒരു എക്സും കൂടി ഉണ്ട് അല്ലേ, ഇതൊരു എക്സ്. അപ്പോൾ എത്ര എക്സ് ആയി, 1 3 2. അപ്പോൾ നമുക്ക് 2.4281 എക്സ് അല്ലേ, ഇത് രണ്ടും കൂട്ടുമ്പോൾ ഈക്വൽ ടു 25. അങ്ങനെയാണെങ്കിൽ എക്സിൻ്റെ വാല്യൂ എന്ത് കിട്ടും, എക്സ് ഈസ് ഈക്വൽ ടു 25 ബൈ 2.4281. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കിയാൽ ഇതിനെ നമുക്ക് 8 ആയതുകൊണ്ട് ഇവിടെ ഒന്ന് കൂട്ടാം അല്ലേ. അപ്പോൾ 43 എന്ന് എഴുതിയാൽ മതി. അപ്പോൾ 25 ബൈ
2.43 എന്ന് എഴുതിയാൽ മതി. ഓക്കെ അല്ലേ? അപ്പോൾ ഇങ്ങനെ കിട്ടി എക്സിൻ്റെ വാല്യൂ. അപ്പോൾ ഇവിടെ നമുക്ക് ഈ പോയിന്റ് മാറ്റാൻ വേണ്ടി എന്ത് ചെയ്യണം? ഇതിനെ 100 കൊണ്ട് ഗുണിക്കണം അല്ലേ? 2 സ്ഥാനമാണ്. അപ്പോൾ ഇവിടെ നമുക്ക് 100 കൊണ്ട് ഗുണിച്ചു. അപ്പോൾ എന്ത് കിട്ടി ഇവിടെ? 2500 ഹരിക്കണം 243. ഒന്ന് ഹരിച്ചു നോക്കാം വേഗം ഒന്ന്. 2500 ഹരിക്കണം 243. അപ്പോൾ 250 ഒരു പ്രാവശ്യം. അപ്പോൾ 243 കുറയ്ക്കുമ്പോൾ 7 വന്നു. ഇനി നമ്മൾ ഈ 0 ഇവിടെ ഇറക്കി ഇട്ടു അല്ലേ? അപ്പോൾ ഇതിൽ പോകുന്നില്ല. അപ്പോൾ നമ്മൾ ഇവിടെ 0 ചേർത്ത് കൊടുത്തു. നമ്മൾ അടുത്തൊരു 0 ചേർത്തു. നമ്മൾ പോയിന്റ് ഇട്ടു. ഇനി 700 243 എത്ര പ്രാവശ്യം പോകും? 2 പ്രാവശ്യം അല്ലേ? 2 പ്രാവശ്യം. അപ്പോൾ 2 × 243 6 8 2 2 4 456 എന്ന് കിട്ടി. അപ്പോൾ 4 1 2 214. അപ്പോൾ നമ്മളൊരു 0 ചേർത്ത് കൊടുത്തു. അപ്പം 3 24 ബാക്കി 2 4 8 32 2 34 ബാക്കി 3 16 3 19. അപ്പോൾ 1944 എന്ന് കിട്ടി അല്ലേ? ഇനി മൈനസ് ചെയ്യുമ്പോൾ എത്ര വരും? 6 9 അല്ലേ? 6 9 1 അല്ലേ? 1. അപ്പോൾ നിങ്ങൾ ഇത്ര ചെയ്താൽ മതി. നിങ്ങൾ വല്ലാണ്ട് നീട്ടി പോകണ്ട, സമയമൊക്കെ പോകും അല്ലേ? അപ്പോൾ ഞാനിവിടെ ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമ്മളൊരു 0 കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എത്ര പ്രാവശ്യം പോകും? പിന്നെ 1960 ആകുമ്പോൾ ഒരു 8 പ്രാവശ്യം കൂടി പോകും. ഓക്കെ 8 പ്രാവശ്യം കൂടി പോകും. ഇത്ര ചെയ്യണമെന്നൊന്നുമില്ല, നിങ്ങൾ 2 സ്ഥാനത്തിൽ ചെയ്തിട്ടാൽ മതി കേട്ടോ. അപ്പോൾ നമുക്കിവിടെ എക്സിൻ്റെ വാല്യൂ എത്ര കിട്ടി? 10.288 അല്ലേ? അപ്പോൾ നമുക്ക് 10.29 എന്ന് എഴുതാം. 29. ഇതാണ് നമ്മുടെ നീളമായിട്ടില്ല. നമ്മുടെ ചോദ്യം ഇതിൻ്റെ പോസ്റ്റിൻ്റെ നീളമാണ്. പെട്ടെന്ന് എഴുതിയിട്ട് അടിയിൽ വരച്ചിട്ട് ഇത്ര മീറ്റർ എന്ന് എഴുതി വെക്കരുത്. എക്സിൻ്റെ വാല്യൂ ആണ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചത്. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? നമുക്ക് ഈ പോസ്റ്റിൻ്റെ നീളമാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? അപ്പോൾ എക്സ് കിട്ടി. ഇനി പോസ്റ്റിൻ്റെ നീളം എന്താണ്? പോസ്റ്റിൻ്റെ നീളം കണ്ടുപിടിക്കാൻ നമുക്ക് 2 രീതിയിൽ കണ്ടുപിടിക്കാം അല്ലേ? ഒന്നുകിൽ 1.428 ഇൻറ്റു എക്സ് അല്ലേ? അപ്പോൾ എക്സ് കൊണ്ട് ഇതിനെ ഗുണിച്ചാൽ മതി. അതല്ലെങ്കിൽ നമ്മുടെ രണ്ടാമത്തെ ഇക്വേഷൻ എന്താണ്? 25 - എക്സ്. 25-ൽ നിന്ന് ഇത് കുറച്ചാൽ മതി. അപ്പോൾ ഏത് രൂപത്തിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. ഒന്നുകിൽ 25-ൽ നിന്ന് ഇത് കുറയ്ക്കുക, അല്ലെങ്കിൽ 1.4281 ഇൻറ്റു 25 ഇൻറ്റു 10.28. മനസ്സിലായില്ലേ? അപ്പോൾ എക്സിന് ഇവിടെ വാല്യൂ കൊടുക്കാം, അല്ലെങ്കിൽ എക്സിന് ഇവിടെ കൊടുക്കാം. അപ്പോൾ എങ്ങനെ കൊടുത്താലും നമുക്ക് എന്തായിരിക്കും? ഒരേ ഉത്തരം തന്നെ ആയിരിക്കും കിട്ടുക. അപ്പോൾ ഹൈറ്റ് ഓഫ് പോസ്റ്റിൻ്റെ ഉയരം സീക്വൽ ടു ഒന്നുകിൽ എന്ത് ചെയ്യാം? 25-ൽ നിന്ന് എക്സ് കുറയ്ക്കുക അല്ലേ? 25 - എക്സ്. അതായത് 25-ൽ നിന്ന് എത്ര കുറച്ചാൽ മതി? എക്സിൻ്റെ വാല്യൂ 10.29. അപ്പോൾ എത്ര കിട്ടും? 14.71 മീറ്റർ. അപ്പോൾ ഇതാണ് പോസ്റ്റിൻ്റെ ഉയരം. മനസ്സിലായില്ലേ? ഇനി നമുക്ക് ഇതിൽ കൊടുക്കേണ്ട ഒരു ഇതിൽ കൊടുത്തോ 1.4281 ഇൻറ്റു എക്സ്. അപ്പോൾ ഇതിനെ എക്സ് കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. അപ്പോൾ ഏത് രീതിയിലും വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. അപ്പോൾ അത് മനസ്സിലായില്ലേ? ഇനി നമ്മുടെ മലയാളം മീഡിയത്തിലെ കുട്ടികൾക്ക് ഞാൻ പറഞ്ഞു ഇവിടെ 40 ഡിഗ്രി ആണെന്നല്ലേ? അപ്പോൾ അത് എങ്ങനെയാണെന്നൊന്ന് ഞാൻ വേഗം ഒന്ന് ചെയ്തിടാം. അപ്പോൾ ഇവിടെ മലയാളം മീഡിയത്തിലെ കുട്ടികളാണെങ്കിൽ ഇവിടെ ആംഗിൾ ഒന്ന് മാറി അല്ലേ? ബാക്കി പറഞ്ഞ കാര്യങ്ങളൊക്കെ സെയിം തന്നെ, ഒരു വ്യത്യാസവും ഇല്ല. ഇവിടെ 40 ആണ് അല്ലേ? അതുകൊണ്ട് നമ്മൾ tan 40 ഇതൊക്കെ സെയിം. പിന്നെ നമ്മൾ tan 40 എടുക്കുന്നു. tan 40 നമുക്കറിയാം CD/DB അല്ലെ? DB. അപ്പോൾ CD/DBയുടെ നീളം 25 - എക്സ്. അപ്പോൾ ഇതൊക്കെ ഞാൻ മുമ്പ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് അല്ലേ? അപ്പോൾ അവിടെ ഒരു വ്യത്യാസവും ഇല്ല. ബാക്കി ഇവിടെ മാത്രം ചെറിയ വ്യത്യാസമുള്ളൂ. ഇവിടെ നമ്മൾ 25 - എക്സ് എന്ന് എഴുതി അല്ലേ? മുമ്പ് ചെയ്ത പോലെ തന്നെ. ഇനി എന്ത് ചെയ്യും? ഇവിടെ ക്രോസ് ചെയ്യണം അല്ലേ? tan 40യുടെ വാല്യൂ ആണ് ഇത് = CD/25 - എക്സ്. ഇനി ഇവിടെ ഒത്തിരി ബുദ്ധിമുട്ടുണ്ട്. എന്തുകൊണ്ടാണത്? നേരത്തെ 45 ആകുമ്പോൾ ഇവിടെ വാല്യൂ 1 ആയിരുന്നു. അതുകൊണ്ട് നമുക്ക് എളുപ്പമായിരുന്നു. ഇവിടെ 45 ആകുമ്പോൾ ഇതാണ് വാല്യൂ അല്ലേ? അപ്പോൾ നമുക്കിവിടെ കുറച്ച് ചെറിയൊരു ബുദ്ധിമുട്ട്, വേറെ കുഴപ്പമൊന്നുമില്ല. നമുക്ക് CD കിട്ടണമെങ്കിൽ ഇവർ തമ്മിൽ ഗുണിക്കണം. കണ്ടില്ലേ? അപ്പോൾ 0.831 ഇൻറ്റു ബ്രാക്കറ്റ് ഇടണം 25 - എക്സ്. ഓക്കെ. ഇനി CD കിട്ടണമെങ്കിൽ നമ്മൾ ഇതിനെ ഇതുകൊണ്ട് ഓരോന്നിനെയും ഗുണിക്കണം. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടി. അപ്പോൾ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ CD ഈ ട്രയാങ്കിൾ വെച്ചിട്ട് നമുക്ക് CDയുടെ വാല്യൂ ഇതാണ് കിട്ടുക. ഇത് ഈ ട്രയാങ്കിൾ വെച്ച് ഇങ്ങനെയും കിട്ടും. ഇനി നമുക്ക് എന്ത് പറയാം? ഇത് രണ്ടും ഈക്വൽ ആയിരിക്കും അല്ലേ? CDയുടെ വാല്യൂ തന്നെ ഇതും CDയുടെ വാല്യൂ. അതുകൊണ്ട് നമുക്ക് എന്താകും? ഇക്വേഷൻ ഇപ്പുറവും സെയിം ആയതുകൊണ്ട് ഇപ്പുറവും സെയിം ആയിരിക്കണം അല്ലേ? അപ്പോൾ നമുക്ക് ഇതെന്ത് എഴുതി? നമ്മൾ ഫ്രം ഇക്വേഷൻ 1 and 2 1.4281 എക്സ് = 20.977 മൈനസ് 0.8391 എക്സ്. മനസ്സിലായില്ലേ? ഇത് രണ്ട് ഈക്വൽ ആണെന്ന് നമ്മൾ പറഞ്ഞു. ഇതിൽ നിന്ന് നമ്മൾ എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുന്നു. ഈ എക്സ് ആദ്യം എഴുതി, പിന്നെ ഈ എക്സിനെ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവന്നു. അപ്പോൾ -0 പ്ലസ് ആയി മാറി. മനസ്സിലായില്ലേ? = 20.977. അങ്ങനെയാണെങ്കിൽ ഇത് നമ്മൾ കൂട്ടുമ്പോൾ എത്ര കിട്ടും? 2.2672 എക്സ് = 20.98 എന്ന് കിട്ടി.
അല്ലെങ്കിൽ 977 അല്ല, അതിന് നമ്മൾ 98 എന്ന് എഴുതി. അപ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു 20.98 നമ്മൾ ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 9.24 കിട്ടും. ഇത് എക്സിൻ്റെ വാല്യൂ ആണ് ഇത് അല്ലേ. ഇനി നമുക്ക് ഹൈറ്റ് ഓഫ് ദി പോസ്റ്റ് കിട്ടാൻ എന്ത് ചെയ്യണം? ഹൈറ്റ് ഓഫ് ദി പോസ്റ്റ് നമുക്കറിയാം, ഇതാണ് ഹൈറ്റ് ഓഫ് ദി പോസ്റ്റ്. 1.428 1 എക്സ്. അപ്പോൾ 1.428 അല്ലേ, 1 2 അതിങ്ങനെ എന്ത് വേണമെങ്കിലും വിളിക്കും, 2 എക്സ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇതിന് എക്സ് കൊണ്ട് ഗുണിക്കുന്നു. 9.24 അല്ലേ. എക്സിൻ്റെ വാല്യൂ നമുക്ക് കിട്ടി 9.24. അതുകൊണ്ട് ഗുണിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഹൈറ്റ് കിട്ടി. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടുന്ന ഹൈറ്റ് എത്ര ആയിരിക്കും? ഈ പോസ്റ്റിൻ്റെ ഹൈറ്റ് 13.21 മീറ്റർ. അപ്പോൾ മനസ്സിലായില്ലേ? അപ്പോൾ ഈ മലയാളം മീഡിയത്തിൽ ചെറിയൊരു ടഫ് ഇവിടെ ആകുമ്പോൾ മലയാളം മീഡിയക്കാർക്ക് ചെറിയൊരു ടഫ് ഉണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നത് ഇവിടെ 45 തന്നെ ആയിരിക്കണം. നിങ്ങൾക്കത് പുസ്തകം അച്ചടിച്ചപ്പോൾ അത് പഴയ തന്നെ ഇട്ടുപോയതായിരിക്കും. അപ്പോൾ മിക്കവാറും നിങ്ങൾക്ക് 45 തന്നെ ആയിരിക്കണം. പക്ഷേ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ ഇപ്പോൾ 40 ഉള്ളത് കൊണ്ട് നാം അതും കൂടി ചെയ്തിട്ടെന്ന് മാത്രം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. ഇനി നമുക്കിതിൽ ബാക്കിയുള്ള 2 ചോദ്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ ചെയ്യാം.